ടൊവിനോ തൃഷയുടെ ഐഡന്റിറ്റി എന്ന മലയാള സിനിമ കാണാൻ വേണ്ടി വന്നേക്കാണ് വനിത സ്ക്രീൻ വൺ. ഐഡന്റിറ്റി ഡയറക്റ്റഡ് ബൈ അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ, ഡയറക്ടേഴ്സ് ഓഫ് ഫോറൻസിക്. അതേ ടീം തന്നെ. വാട്ട് എ ഗ്രേറ്റ് വേ ടു സ്റ്റാർട്ട് ദ ഇയർ. ഇന്നലെ 2 സിനിമ ഇറങ്ങിയെങ്കിലും ഞാൻ റിസ്ക് എടുത്തില്ല, ഈ സിനിമ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് വളരെ നല്ല തീരുമാനമായിരുന്നു. കിടിലം പടം, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂഡിലുള്ള ആക്ഷൻ പടം, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത്. അന്യ സൗണ്ട് ഡിസൈൻ ബാക്ക്ഡ് ബൈ ജേക്സ് ബിജോയ്സ് ഗ്രേറ്റ് മ്യൂസിക്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മ്യൂസിക്കും കിടിലൻ സൗണ്ട് ഡിസൈൻ പറഞ്ഞാൽ കിടിലൻ സൗണ്ട് ഡിസൈൻ. DCP എന്താണെന്നുള്ളത് എൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പ്രെഡ്ഷീറ്റ് ഞാൻ ഇട്ടേക്കാം, അതെടുത്ത് നോക്കിയാൽ മതി. കിടിലൻ എന്ന് പറയുന്നത് കിടിലൻ. എന്ത് മേക്കിംഗ് ആയിരുന്നു അറിയാമോ. DOP ഒരു പുതിയ മച്ചനാന്ന് തോന്നുന്നത്. ഞാൻ ആളുടെ പേര് അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ ഒരു രക്ഷയില്ലാത്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വർക്ക്. എൻ്റെ ഇപ്പോൾ മൊബൈലില്ല എടുത്ത് നോക്കാനായിട്ട്. ആളുടെ പേര് ഞാൻ നോക്കി വെച്ചാണ്, മറന്നുപോയി. ഒന്ന് കമൻറ്റ് ചെയ്യുക ആരാണ് DOP എന്നുള്ള. എനിക്ക് ആ പേര് പെട്ടെന്ന് കണ്ടിട്ട് എനിക്ക് ആരാന്ന് മനസ്സിലായില്ല. വേറെ ലെവൽ ക്യാമറ വർക്കായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പുള്ളി ഇതിന് മുന്നേ ചെയ്ത വർക്ക്സ് എന്താണെന്നൊക്കെ അറിയാമെങ്കിൽ. എൻ്റെ കയ്യിൽ മൊബൈലില്ല, സെർച്ച് ചെയ്ത് നോക്കാൻ എൻ്റെ കയ്യിൽ മൊബൈലില്ല കേട്ടോ. അതുകൊണ്ടാണ് തീരെ ബാറ്ററി ഇല്ലാണ്ട് ഞാൻ അവിടെ കുത്തിയിട്ടങ്ങനെ ചാർജ് ചെയ്യാം. അതുകൊണ്ട് നോക്കാൻ പറ്റണില്ല. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ആരാണ് DOP, ഇയാൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വർക്ക്സ്. അന്യ മേക്കിങ്, ഡയറക്ഷൻ ആയിക്കോട്ടെ കിടു, ക്യാമറ വർക്ക് വേറെ റേഞ്ചഡ്. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് എനിക്ക് ലിയാം നീസൻ്റെ ഒരു പടമുണ്ട് നമ്മുടെ ഒരു ഫ്ലൈറ്റിലുള്ള, അതുപോലെ ഒരു ഹോളിവുഡ് ലെവൽ കിണ്ണം കാച്ചി മേക്കിങ്. പണി അറിയാവുന്നവരുടെ കയ്യിൽ ചില നടന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലാക്കി കളയും. ആ സീനാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നിയത്. തല്ലുമാലയിൽ ഓൾറെഡി ടോബി ഫൈറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിനകത്തൊരു ബോണ്ട് ലെവൽ സാധനം. ആ സൂട്ടൊക്കെ ഇട്ട് വന്നിട്ട് എൻ്റെ മുന്നിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ടോബിനെ ഇത്രയും ഭംഗിയായിട്ടും അതിൽ വേറൊരു വൈബായിരുന്നു. മഷർ ഹംസ വേറെ രീതിയിലൊരു സാധനം ചെയ്ത് വെച്ചത്. ഇതിനകത്തൊരു ടെക്കൻ ലെവൽ, ഒരു ലിയാം നീസൺ കോട്ടൊക്കെ ഇട്ട് വരുന്ന ആ വൈബ്, ഒരു സാധനോടെ ഒരു ബോണ്ട്. നമ്മുടെ മലയാളി നടന്മാരുടെ ഇടയിൽ എന്തോരം നടന്മാരാണ് ബോണ്ട് ടൈപ്പ്, ജോൺ വിക്ക് ടൈപ്പ് സിനിമ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആ ഒരു ലുക്കുള്ള നടന്മാർ. ഫിസിക്കലി ഫിറ്റും അതുപോലെ മെയ് അനങ്ങി പണിയെടുത്ത് ഫൈറ്റ് സീക്വൻസസ് ചെയ്യാൻ പറ്റുന്ന എന്തോരം നടന്മാരെ. ഇപ്പോൾ ഉണ്ണിമൂന്തനെ നമ്മൾ കണ്ടായിരുന്നു, മാർക്കോലി. ഇതിനകത്ത് ടോവി കിടിലായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാനത് നേരിട്ട് പറയുകയും ചെയ്തു ടോവിനോട് കിടുവായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ മീഡിയ വന്ന് മറ്റേ പൊതിഞ്ഞെടുത്തോണ്ട് പോയതുകൊണ്ട് കാര്യമായിട്ട് എനിക്ക് സംസാരിക്കാൻ കിട്ടിയില്ല. പക്ഷേ അടിപൊളി. മണിയൻ എന്നുള്ള ARൻ്റെ ക്യാരക്ടറിന് ശേഷം അത്രയും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതില്ല ക്യാരക്ടർ. അടിപൊളിയായിട്ടുണ്ട്, വെറൈറ്റി ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്യാരക്ടറായിരുന്നു. ഒരു നല്ല ക്യാരക്ടർ ഗ്രാഫുള്ള ഒരു ക്യാരക്ടറും കൂടിയായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര വർക്കായി ഈ സിനിമ. ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഈ സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് മറ്റേ അൾട്രാ പാനവിഷൻ ആ ഒരു ലുക്കാണ്. ലൂസിഫറിൻ്റെ സംഭവമില്ല, ഭയങ്കര വലിഞ്ഞിരിക്കുന്ന ടൈപ്പ് സ്കോപ്പ് റേഷ്യോ, ആനമോർഫിക് എന്ന് പറയും, ആ ഒരു റേഷ്യോ ആണ്. അയ്യോ, അത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്കൊരു സജഷൻ ഉള്ളത്, നെക്സ്റ്റ് ടൈം അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ പടം പിടിക്കുമ്പോൾ നിങ്ങളൊരു ഫ്ലാറ്റ് റേഷ്യോയിലൊരു പടം എടുക്കുക. ഫ്ലാറ്റ് റേഷ്യോ 1.89 അല്ലെങ്കിൽ 1.90 ഒന്നൊരു പടം എടുക്കുക. എന്ത് രസമായിരിക്കും എന്ന് പറയും. ഈ സിനിമ ആ റേഷ്യോയിലായിരുന്നെങ്കിൽ PXL പോയി കാണാൻ കിടുവായിരുന്നു തന്നെ. PXL 3D ഇഷ്യൂ ഉള്ളൂ, അതുകൊണ്ട് തന്നെ. പിന്നെ സ്റ്റാഫിൻ്റെ അത് ഞാൻ ഈ നല്ലൊരു സിനിമ കാണാൻ പോയാൽ ഞാൻ വേണ്ടാന്ന് നോക്കണേ. അത് അവരെ ഞാൻ മൈൻഡ് ചെയ്യണില്ല, പൈസ കൊടുത്ത് പോയി നമ്മൾ അങ്ങനെ കാണണമല്ലോ. അപ്പോൾ ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ ആ ഫ്ലാറ്റ് റേഷ്യോയിൽ PXL കണ്ടിരുന്നെങ്കിൽ പൊളിച്ചാനെ, കിടുവായിരുന്നു തന്നെ. ഈ റേഷ്യോയിലും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇപ്പോൾ ഹേറ്റ്ഫുൾ ആയിട്ടൊക്കെ ക്വെന്റിൻ ടാരന്റീനോ എടുത്ത് വെച്ചിരിക്കുന്ന ഫോർമാറ്റാണ് ഈ ആനമോർഫിക് എന്ന് പറയുന്നത്. നമ്മുടെ ഭയങ്കര വൈഡായിട്ടിരിക്കും, ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞ് ഭയങ്കര വൈഡായിട്ട്. അപ്പോൾ PXL ഈ സിനിമ കാണുകയാണെങ്കിൽ മുകളിലടിയിലും ഹെവി ലെറ്റർ ബോക്സിങ് ആയിരിക്കും, ഭയങ്കര തിക്നെസ് ഉള്ള ബ്ലാക്ക് ബാക്സ് ആയിരിക്കും. ഇത് ഭയങ്കര വലിഞ്ഞിരിക്കുന്ന പടമാണ്. വലിഞ്ഞിരിക്കുന്നതല്ല, അത്രയും വൈഡാണ് ഇതിൻ്റെ ലെൻസിങ് ചെയ്തിരിക്കുന്നതൊക്കെ. ആസ്പെക്ട് റേഷ്യോ ഭയങ്കര വൈഡാണ്. പിന്നെ ഇതിനകത്ത് വിനയ് റൈ, പുള്ളി ഒരു സിനിമയെ പോലും മോശം വരാറില്ല. എന്ത് ക്യാരക്ടർ കൊടുത്താലും വൃത്തിക്ക് ചെയ്തു പോകുന്ന ആളാണ്. ഇതിനകത്ത് മന്ദിര ബേഡി ചെറിയൊരു റോളാണ്,
തൃഷ ആണ് ഇതിനകത്ത് മെയിൻ ആക്ട്രസ്, ലീഡ് ആക്ട്രസ്. കൊടുത്തിരിക്കുന്ന റോള് വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ തൃഷയ്ക്ക് ഒരു വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള, വളരെ കൺവിൻസിങ് ആയിട്ടുള്ള, നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു റോള് ഞാൻ തൃഷയുടെ ഈ സിനിമയിലാണ് ഇപ്പോൾ കണ്ടത്. വേറെ കുറേ സിനിമ കണ്ടൊന്നും എനിക്ക് തൃഷയുടെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. തൃഷ ആസ് എൻ ആക്ട്രസ് എനിക്ക് ഇഷ്ടമാണ്, ആസ് എ ഡാൻസറൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇതിനകത്ത് ഡാൻസ് അങ്ങനത്തെ സെറ്റപ്പൊന്നും അല്ല. വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്, ഒരു പ്രത്യേക തരം ഒരു സംഭവമാണ്. ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ല, ഈ സിനിമയുടെ കഥ ഗിവ് അവേ ആവും. അതുകൊണ്ട് ഞാൻ സ്പോയിലർ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. വളരെ ടെൻസ്ഡാക്കി നമ്മളിങ്ങനെ മുൾമുനെ നിർത്തി കൊണ്ടുപോകുന്ന തരത്തിലൊരു സിനിമ. എന്നാൽ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒക്കെ ഉണ്ട്. വളരെ മികച്ച രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ വനിത എന്തായാലും ഞങ്ങൾ കണ്ടപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര വൈബായിരുന്നു ഈ സിനിമ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഡിസ്കഷൻ തുടങ്ങി കിഡു മേക്കിംഗ് എന്നുള്ളത്. മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ടോപ്പ് നോച്ചാണ്. കഥയും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ബാക്ക്ഡ് അപ്പ് ബൈ ഗുഡ് പെർഫോമൻസ്, എസ്പെഷ്യലി അജു വർഗീസ്. എൻ്റെ മോന് എന്തൊരു ഇവോൾവ് ആക്ടറാണ് ഇപ്പോൾ പുള്ളി ചെയ്യുന്ന ഓരോ റോളും. ഇതിനകത്തൊരു DCPയുടെ റോളാണ് ചെയ്തിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ ഭയങ്കര മെച്ചോറായിട്ടുള്ള ഒരു കിടു അഭിനയം. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്നുള്ള സിനിമയിൽ വന്ന ആ അജു വർഗീസും ഈ അജു വർഗീസും എന്തൊരു ഡിഫറൻസ് ആണ്, എന്തൊരു ചേഞ്ച്, എന്തോരം പുള്ളി ഇവോൾവായി ആസ് എൻ ആക്ടർ. വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കുക. ഇപ്പോൾ ഉള്ളതിൽ വേറെ ലെവലായിട്ട് ഇവോൾവ് ആയിരിക്കുന്ന ഒരു ആക്ടർ. അപ്പോൾ ഡെഫിനറ്റ്ലി ദിസ് വാസ് എ ഗ്രേറ്റ് വാച്ച് ഇൻ മൈ ഒപ്പീനിയൻ. അതും ഫസ്റ്റ് തന്നെ 2025 ന്യൂ ഇയറിന് ശേഷം ആദ്യം പോയി കാണുന്ന സിനിമ. അപ്പോൾ എനിക്കത് നിർബന്ധം ഉണ്ടായിരുന്നു, നല്ലൊരു സിനിമ ഞാൻ കാണുന്നത്. ഭാഗ്യം കൊണ്ട് ഇത് തന്നെ ഞാൻ തിരഞ്ഞെടുത്തു, കണ്ടു, ബോധ്യപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. കിടിലം പടോടെ. അപ്പോൾ പ്രോപ്സ് ടു ദ മേക്കേഴ്സ്, ദ ഡയറക്ടേഴ്സ്. 2 പേരാണ്, അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ. 2 പേരും വൃത്തിക്ക് പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഫോറൻസിക് എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടോ അത്രയും തന്നെ ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഫോറൻസിക് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പടി മുകളിൽ എനിക്കിഷ്ടമാണ്. കാരണം അതൊരു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണറാണ്. സൈക്കോ ത്രില്ലർ സസ്പെൻസ്, ആ 3 കാര്യങ്ങൾ വരുന്ന ഒരു സംഭവമാണ്. അത് വേറെ ലെവല് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ താഴെ പോയിൻ്റ് ഇത്ര ശതമാനം താഴെ തന്നെ ഈ സിനിമ വെക്കാം. കാരണം ഇതും ആ ടെൻഷൻ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു കാര്യത്തിലായിക്കോട്ടെ, ഡയറക്ഷൻ വൈസ് ആയിക്കോട്ടെ, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു സിനിമ. ജെയ്ക്സ് ബിജോയ് കുറേ നാൾക്ക് ശേഷം കിടിലം മ്യൂസിക്, കിടിലം. എനിക്ക് പേഴ്സണലി ഭയങ്കര വർക്കായിട്ടാ, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ രണത്തിലെ പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്ന മച്ചാൻ, നമ്മുടെ ഇതിലൊക്കെ ഉള്ള കുമാരിയിലൊക്കെ ഉള്ള മച്ചാൻ ഇതിനകത്തുണ്ട്. കിട്ടു പെർഫോമൻസ്. പുള്ളിയുടെ ആക്സെൻ്റ് ആയിക്കോട്ടെ, പുള്ളിയുടെ അഭിനയം ആയിക്കോട്ടെ, ഭയങ്കര കൺവിൻസിങ് ആണ്, അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനകത്ത് നമ്മുടെ ക്യൂനിലേക്കുള്ള മച്ചാനൊക്കെ ഇങ്ങനെ കുറച്ച് പേര് ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരാൾ പോലും വൃത്തികേടായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, വളരെ വേണ്ടത്ര രീതിയിൽ മാത്രം ബാലൻസ് ചെയ്തുള്ള പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇതിനകത്ത് ഗോപിക, നമ്മുടെ തണ്ണീർമത്തനിലൊക്കെ ഉള്ള ഗോപിക ഇതിനകത്തൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അർച്ചന കവി കുറേ നാൾക്ക് ശേഷം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫോമൻസ് കണ്ടു. ഡെഫിനറ്റ്ലി വർത്ത് ദ വാച്ച് ഇൻ മൈ ഒപ്പീനിയൻ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, അത് ഞാൻ നിങ്ങളോട് പറയുന്നു. സിനിമ കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ ഒരുപാട് HD പ്രിൻ്റ് ലീക്കും പരിപാടികളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതിനും എന്താ പറ്റാൻ പോണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എത്രയൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ നടന്മാരെ കീഴ്പ്പെടുത്താൻ നോക്കിയാലും ഇവരെ തളർത്താൻ നോക്കിയാലും നടപടി ആവില്ല. കാരണം മാർക്കോ ആയിക്കോട്ടെ, ഈ സിനിമ ആയിക്കോട്ടെ, ED എന്നുള്ള സിനിമ എല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ്, തിയേറ്ററിൽ കാണാൻ ഭയങ്കര രസമുള്ള പടങ്ങളായിരുന്നു. എനിക്ക് ഈ 3 സിനിമ അത്രയധികം ഇഷ്ടപ്പെട്ടാണ്. പിന്നെ ബറോസ് ലീക്കായിട്ടുണ്ട്. പക്ഷേ ഈവൻ ബറോസ് ആയപ്പോൾ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊരു 3D സിനിമയാണ്, 3D ക്യാമറ ഷൂട്ട് ചെയ്ത്. അത് 3D തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അത് തിയേറ്ററിൽ കണ്ടിട്ടേ കാര്യമുള്ളൂ. ആ സിനിമ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഡെഫിനറ്റ്ലി ഒന്നടങ്കം പറയുന്നൊരു കാര്യം ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തവർ ഒന്നടങ്കം സമ്മതിക്കുന്ന കാര്യം ഉണ്ടാവും. 3D ഓഫ് ബറോസ് വാസ് വേറെ ലെവൽ. അതുകൊണ്ട് തന്നെ സിനിമ ഇസ് ഓൾവേസ് ബെസ്റ്റ് എൻജോയ്ഡ് ഇൻ തിയേറ്റേഴ്സ്. എത്രയൊക്കെ ലീക്കാക്കാൻ ശ്രമിച്ചാലും, ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ കഴിഞ്ഞാൽ പണി കൊടുക്കാൻ ശ്രമിച്ചാലും, നല്ലൊരു നടൻ, നല്ലൊരു സിനിമ ആൾക്കാർ തിയേറ്ററിൽ തന്നെ പോയി കാണും. നീയൊക്കെ എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും പടം തിയേറ്ററിൽ ചെന്ന ആൾക്കാർ കാണും. വളരെ വിരളമായ സമയങ്ങളിൽ മാത്രം ചില സിനിമകൾ ആൾക്കാരെ തിയേറ്ററിൽ കാണാൻ വിട്ടുപോയിട്ട് പിന്നീട് ഖേദിച്ചിട്ടുള്ളൂ. ഗപ്പിയുടെ കാര്യം, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്, നമ്മുടെ ഗുരു ഉൾപ്പെടെ എല്ലാം. എന്നിരുന്നാൽ പോലും
ദേവദൂതൻ്റെ കേസ് അറിയാലോ നിങ്ങൾക്ക്, റിലീസ് ചെയ്ത് വീണ്ടും റെക്കോർഡ് അടിച്ച്. ആദ്യത്തെ തവണ ആൾക്കാർ തഴഞ്ഞു വിട്ട പടമാണ്, ആൾക്കാർ കാണാതെ വിട്ടുപോയ പടമാണ്. കൾട്ട് സ്റ്റാറ്റസ് ഉണ്ടായിട്ട് പിന്നീട് തിയേറ്ററിൽ വന്ന് വീണ്ടും മുന്നേറിയ സിനിമ. ഇത്രയും കിടിലൻ സൗണ്ട് ഡിസൈൻ ഈ അടുത്തൊന്നും അനുഭവിച്ചിട്ടില്ല. അമ്മാരി ലെവൽ സൗണ്ട് ഡിസൈനും മ്യൂസിക്കും ആയിരുന്നു ദേവദൂതൻ്റെ. അപ്പോൾ നിങ്ങളൊക്കെ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, ഗപ്പി റിലീസ് ചെയ്താലും കാണാൻ വരാൻ ആളുണ്ടാവും, മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് അത്ര പറയാനുള്ളൂ, സിനിമ എന്നും ബെസ്റ്റ് എൻജോയ്ഡ് ഇൻ തിയേറ്ററാണ്. അത് തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് കുന്തം വേണമെങ്കിലും കാണിക്കുന്നത് ഞാൻ പറയാം. അപ്പോഴും തിയേറ്ററിൽ പോയി ഒരു തവണയും കണ്ട് നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. എന്തായാലും ഈ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഐ ആം സോ ഹാപ്പി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലിടുക. സിനിമ കണ്ടിട്ട് മാത്രം അഭിപ്രായം ഇടുക, കാണാതെ അലവലാതി കമൻറ്റൊക്കെ ഇട്ടൊന്ന് അടിക്കാൻ തൂക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ.